ഹീറോ മോട്ടോഴ്സ് കോർപ്പറേഷൻ HF ഡീലക്സ് ഇലക്ട്രിക് ബൈക്ക് ഇറങ്ങുന്നു. HF ഡീലക്സിൻ്റെ പെട്രോൾ ബൈക്ക് വളരെ പോപ്പുലർ, സാധാരണക്കാർക്ക് വളരെ പോപ്പുലറാണ്. കൂടുതലും പെട്രോൾ കിട്ടുന്ന HF ഡീലക്സ് പോപ്പുലറായിട്ടുള്ള മോഡലാണ്. അതിൻ്റെ തന്നെ ഇലക്ട്രിക്കാണ് ഇറങ്ങുന്നത്. ഇലക്ട്രിക്കിൻ്റെ പ്രത്യേകത നമുക്ക് ചാർജ് ചെയ്താൽ മാത്രം മതി. നമുക്ക് 150 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ 150 കിലോമീറ്റർ ഓടാൻ പറ്റും. ടോപ്പ് സ്പീഡ് 95 കിലോമീറ്ററാണ്. പിന്നെ ഇതിൻ്റെ മോട്ടർ വരുന്നത് പെട്രോൾ ടാങ്കിൻ്റെ അടിയിലായിട്ടാണ് അതിൻ്റെ ഇലക്ട്രിക് ബാറ്ററി വരുന്നത്. അതേസമയം പെട്രോൾ ടാങ്ക് ഒരു ഡമ്മി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ പെട്രോൾ ടാങ്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പെട്രോൾ ടാങ്ക് ഒരു ഡമ്മി സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ്. അതിൻ്റെ താഴെയാണ് ബാറ്ററി വരുന്നത്. ഹബ് മോട്ടറാണ്. ഈ വീലിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന മോട്ടറാണ്. അപ്പം അതുകൊണ്ട് സ്പീഡ് പരമാവധി പവർ കിട്ടും. ആ രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന. പിന്നെ ഹീറോ മോട്ടോഴ്സ് കോർപ്പറേഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ഹീറോൻ്റെ HF ഡീലക്സ് സാധാരണക്കാർക്ക് എല്ലാവർക്കും പോപ്പുലറായിട്ടുള്ളൊരു ബൈക്കാണ്. കൂടുതലും മൈലേജ് കിട്ടുന്ന ബൈക്ക് എന്നുള്ള പേരുണ്ട്. അത് തന്നെ ഇലക്ട്രിക് വെർഷൻ അതേപോലുള്ള ഒറ്റ ചാർജിൽ 150 കിലോമീറ്റർ ഓടും. ടോപ്പ് സ്പീഡ് 95 കിലോമീറ്ററാണ്. പിന്നെ ഈ ടാങ്ക് ഒരു ഡമ്മിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ടാങ്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുക, സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഇതിൻ്റെ ഇലക്ട്രിക് എത്ര കിലോമീറ്റർ ഓടും, അങ്ങനെ ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുക റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്റർ. പിന്നെ റൈറ്റ് ഹാൻഡിലിൻ്റെ അവിടെ നമുക്ക് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. എക്കോ മോഡ്, സ്പോർട്സ് മോഡ്. ഇപ്പോൾ ഈ 2 മോഡാണുള്ളത്. അത് ഇലക്ട്രിക്കിൽ ഇക്കോ മോഡിലാണെങ്കിൽ കൂടുതൽ റേഞ്ച്, ബാറ്ററി കൂടുതൽ ദൂരം ഉപയോഗിക്കാം. അതേസമയം സ്പോർട്സ് മോഡിലാണെങ്കിൽ 150 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 110, 120 കിട്ടത്തുള്ളൂ. പിന്നെ ഇത് ഒക്ടോബർ 2027 കേരളത്തിലെ ഷോറൂമുകളിലെത്തുന്നു. അതേസമയം ഇപ്പം തന്നെ മുംബൈയിലെ ഷോറൂമുകളിലും മുംബൈയിലേക്ക് എത്തിക്കഴിഞ്ഞു, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇത് കേരളത്തിൽ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന 95,000 രൂപയ്ക്ക് HF ഡീലക്സ് ഫിനാൻസ് കമ്പനിയുടെ സഹായത്തോടുകൂടി നമുക്ക് 10,000 രൂപയ്ക്കും അല്ലെങ്കിൽ 5,000 രൂപ അങ്ങനെയുള്ള ഓപ്ഷൻസോടുകൂടി ഫിനാൻസ് സൗകര്യത്തോടുകൂടി നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റും. വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ പെട്രോൾ അടിക്കേണ്ട, കറണ്ട് ചാർജ് ചെയ്യുക, വണ്ടി ഓടിക്കുക, അങ്ങനെയുള്ള എന്താണ്. അപ്പം ഇനിയും പുതിയ വാർത്തകളുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.